ഓക്സിഡേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള നമ്മുടെ DNA വരെ നശിപ്പിക്കാനും ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കാനും കാരണമാവുന്നവയാണ്. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഡോക്ടർ KJ ഹെൽത്ത് ടോക്സ്. ഞാൻ നിങ്ങളുടെ ഡോക്ടർ കാവ്യ. ഈ ലോകം നിറങ്ങൾ കൊണ്ട് സമ്പന്നമാണല്ലേ. ഓരോ വസ്തുക്കൾക്കും ഓരോ വ്യത്യസ്ത നിറങ്ങൾ ഉണ്ടാവും. ഈ പ്രപഞ്ചത്തിനെ അത് കൂടുതൽ സുന്ദരമാക്കുകയും ചെയ്യും. എന്നാൽ ഈ നിറങ്ങൾക്ക് നമ്മുടെ ആരോഗ്യപരമായ ജീവിതത്തിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. പലതരത്തിലുള്ള നിറങ്ങളും നമ്മുടെ ആരോഗ്യവുമായിട്ടുള്ള ബന്ധം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കളേഴ്സ് അല്ലെങ്കിൽ നിറങ്ങളെ കുറിച്ചല്ലേ. അപ്പോൾ ഇതിൽ പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ചുവപ്പ്, മഞ്ഞ, നീല, ഇതാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് വരുന്നത്. ആൻഡ് നമ്മുടെ സെക്കൻഡറി കളേഴ്സ് ആയിട്ട് നമുക്ക് പിന്നെ വരുന്നതാണ് പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ്, ഓറഞ്ച്, പച്ച എന്നിവ. ഇത് ഈ പ്രൈമറി കളേഴ്സിന് ഡിറൈവ് ആയിട്ട് വരുന്നതാണ്. ഈ പ്രാഥമിക വർണ്ണങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നീല നിറത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു നിറവും നമ്മുടെ ആരോഗ്യവുമായുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ നോക്കുന്നത്. നീല നിറം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന കാര്യങ്ങളാണ് നീലാകാശം, നീലക്കടൽ, നീലക്കണ്ണുകൾ. ഇതൊക്കെ കവികളും കലാകാരന്മാരും പ്രകൃതിയുടെ സൗന്ദര്യത്തെ, അതിന്റെ ഭംഗിയെ വർണ്ണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികളാണ്. ഈ നീല നിറത്തിന് നമ്മുടെ ആരോഗ്യവുമായിട്ടും വളരെയധികം അടുത്ത ബന്ധമുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നീല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത് നോക്കാം. നമുക്ക് നീല അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള വഴുതനങ്ങയുണ്ട്, അതേപോലെ നീല ക്യാബേജ്, കോളിഫ്ലവർ ഉണ്ട്. ദെൻ പഴങ്ങളിൽ നമുക്ക് ബ്ലൂബെറി ഉണ്ട്, നമ്മുടെ കറുത്ത മുന്തിരിങ്ങ, ഞാവൽപ്പഴം, മൾബെറി. ഇതൊക്കെ നമുക്ക് നീല പർപ്പിൾ കളറിൽ കിട്ടുന്ന വസ്തുക്കളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും എന്തുകൊണ്ടാണ് നീല നിറം വരുന്നതെന്ന്? അതിന് കാരണം ആന്തോസയാനിൻ എന്ന് പറയുന്ന ഒരു കളറിംഗ് കോമ്പൗണ്ട് ആണ്. ഇത് നീല നിറത്തിൽ മാത്രമല്ല ചുവപ്പ് നിറത്തിലുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്നു. ഈ ആന്തോസയാനിൻ പ്ലാന്റ്സിൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും അതേപോലെ പരാഗണം പോലുള്ള സംഭവങ്ങൾക്കും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവുമായിട്ടും ഈ ആന്തോസയാനിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ആന്തോസയാനിൻ മികച്ച ഒരു ആന്റി ഓക്സിഡന്റ് അല്ലെങ്കിൽ ആന്റി ഓക്സിഡേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു വസ്തുവാണ്. എന്താണ് അപ്പൊ ഈ ആന്റി ഓക്സിഡൻസ്? നിങ്ങൾ ടിവിയിലും പല ഹെൽത്ത് ടോക്സിലും കേട്ടിട്ടുണ്ടാവും ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നൊക്കെ. അപ്പോൾ ഈ ആന്റി ഓക്സിഡന്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ബേസിക് ആയിട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നോക്കാം. നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ചിലപ്പം വലിയ വസ്തുക്കളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറുതാക്കുന്നതാവാം, അല്ലെങ്കിൽ ചെറിയ വസ്തുക്കൾ കൂടി ചേർത്ത് വലിയൊരു വസ്തുവാക്കുന്നതാവാം. ഇതിനെ നമ്മൾ കളക്റ്റീവ് ആയിട്ട് പറയുന്ന ഒരു പേരാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ ബോഡി മെറ്റബോളിസം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബോഡി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി റിലീസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കോശങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കാനും നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചറും ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുമാണ് ഈ മെറ്റബോളിസം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ഏതൊരു കെമിക്കൽ റിയാക്ഷനും ഒരു മെയിൻ പ്രൊഡക്റ്റും കുറെ ബൈ പ്രൊഡക്ട്സും ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ബോഡി മെറ്റബോളിസത്തിനും നമുക്ക് കുറെ ബൈ പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യും. സാധാരണഗതിയിൽ നമ്മുടെ ഈ ബൈ പ്രൊഡക്റ്റുകളിൽ ചിലതായിട്ട് വരുന്നവയാണ് ഓക്സിഡേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. ഇതിൽ മിക്കതിന് നമ്മുടെ ശരീരത്തിന് തന്നെ നശിപ്പിച്ച് പുറന്തള്ളി കളയാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞ് എന്ത് സംഭവിക്കും? ഈ ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഓക്സിഡേറ്റിംഗ് ഏജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള നമ്മുടെ DNA വരെ നശിപ്പിക്കാനും ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കാനും കാരണമാവുന്നവയാണ്. ക്യാൻസർ മാത്രമല്ല നമ്മുടെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള ഡയബറ്റീസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, നമ്മുടെ ചർമ്മത്തിൽ വരുന്ന മാറ്റങ്ങൾ, ചുളിവുകൾ എല്ലാം ഈ ഓക്സിഡേറ്റീവ് ഏജൻസ് കൂടുതലാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാവുമ്പോൾ കണ്ടുവരുന്നവയാണ്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നത് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള തെറ്റായ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതിനും നമ്മുടെ തലച്ചോറിനെ അടക്കം ബാധിക്കുന്നതിനും കാരണമാവുന്നു. അതിലൂടെ നമ്മുടെ ഓർമ്മശക്തി കുറയുന്നതും അതേപോലെ പലതരം അസുഖങ്ങളിലേക്കും ഇത് നയിക്കുന്നതാണ്. ഒരു ദിവസം നമ്മുടെ ഓർമ്മശക്തിയും പൂർണ്ണമായി പോകുന്നതും നമ്മുടെ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുമായ ഒരു അവസ്ഥ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ ആഹാരം. നമ്മൾ കഴിക്കുന്ന ചില തരത്തിലുള്ള ആഹാരവും നമ്മുടെ ആഹാര രീതികളും. ഫോർ എക്സാമ്പിൾ, ആവർത്തിച്ചായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണകൾ, ഡീപ് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ്, ജങ്ക് ഫുഡ്സ് ഒക്കെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ബോഡിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് കാരണമാവും. സാധാരണഗതിയിൽ നമ്മുടെ ബോഡിയിൽ ഒരു മിതമായ അളവിൽ ഇതിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. ബട്ട് ഇത് അമിതമായാൽ നമ്മുടെ ബോഡിക്ക് അത് ചെറുത്ത് നിൽക്കാൻ പറ്റാതെ വരും. അവിടെയാണ് നമ്മുടെ നീല നിറത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മളെ ഈ ഒരു ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി നമ്മളെ സഹായിക്കുന്നത്. ഈ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ആന്തോസയാനിൻ ഈ ഒരു ബൈ പ്രൊഡക്ട്സുകളെയൊക്കെ നിർവീര്യമാക്കി നമ്മുടെ ബോഡിയെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഓർമ്മക്കുറവിൽ നിന്നും ഒക്കെ നമ്മളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കും. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ ഭക്ഷണക്രമമാകാം നമ്മുടെ ആരോഗ്യം നശിക്കുന്നതിന് പ്രധാനമായിട്ട് ഒരു കാരണമാവുന്നത്. അതുകൊണ്ട് നീല നിറത്തിലുള്ള ഒരു ഭക്ഷണമെങ്കിലും ദിവസവും ഒരു നേരമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം.
നമ്മുടെ കണ്ണുകളുടെയും ചർമ്മത്തിന്റെയും തിളക്കം എന്നും നിലനിർത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആരോഗ്യം അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ഹെൽത്തി ടിപ്സിനും വീഡിയോസിനും വേണ്ടിയിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നീല പച്ചക്കറിയോ പഴവർഗ്ഗമോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി.